ഇന്ത്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന എൻ്റെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച രാസവളത്തിൻ്റെ പ്രയോഗത്തെപ്പറ്റിയും അങ്ങനെ സംഭവിച്ച ഭൂമിയുടെ നാശത്തെക്കുറിച്ചും പരാമർശിച്ചപ്പോൾ ഉജ്ജ്വലനായ ഒരു വ്യക്തിയുടെ പ്രഭാപൂരിതമായ ഒരു സന്ദേശം പ്രതികരണം കണ്ടു. ലാൽസലാം സഖാവേ, ലാൽസലാം. താങ്കളുടെ നിഗമനം ശരിയാണ്, പ്രത്യേകിച്ച് ലിൻസിത്ത്. അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടുത്തെ ഭരണത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, വരും നാളെ ഈ രാജ്യം രക്ഷിക്കപ്പെടും. അതായത് രണ്ടാളുടെ പ്രതികരണത്തിൽ ലിൻസിൻ്റെത് വളരെ വ്യക്തമായിരുന്നു. ലിൻസിത്ത്, ഞാനിപ്പോൾ ഒരു പ്രത്യേക നോവൽ രചനയിലാണെന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അതിൻ്റെ ഭാഗമായി DNA അന്വേഷണം പരമാവധി സാധിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെന്ത് സംഭവിച്ചു? 60കളിൽ വന്ന കാർഷിക ഹരിത വിപ്ലവത്തിൽ കൂടി സാധിച്ചിരിക്കുന്ന ദുരന്ത മാലിക ഭൂമിയെ നിർജ്ജീവമാക്കിയ അനിയ. അത്രയും വയസ്സുണ്ടാവാൻ കഴിയും. 60 കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൻ്റെ സുസ്ഥാപനത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രയത്നിച്ചു, എങ്ങനെ സമൂഹത്തെ സേവിച്ചു എന്ന് ഞാൻ പറയാം. ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയാം. വരും ദിനങ്ങളിൽ ഇപ്പോൾ ലിൻസിൻ്റെ സംശയത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തമായ ധാരണയ്ക്ക് ഒരു തിരുത്തു വേണമെന്നറിയിക്കുകയാണ്. ഈ ഭൂമിയിൽ രാസവളം വർദ്ധിച്ച തോതിൽ ഇടുകയും പകരം ആവശ്യമായ എത്രയോ ഇരട്ടി ജൈവവളം കൊടുക്കാതിരുന്നപ്പോൾ ഭൂമിയുടെ ജീവനങ്ങ് നഷ്ടപ്പെട്ടു. അതിലെ സൂക്ഷ്മജീവികൾ നശിച്ചു, കേവലം മണ്ണിര പോലും നശിച്ചു. ആ ദുരന്ത ഭൂമിയെയാണ് പിന്നെ ഹരിത വിപ്ലവത്തിൽ 60 കാലത്തിൽ ധാന്യങ്ങൾ വിളനേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിളനേട്ടത്തിൻ്റെ ഗുണം കിട്ടിയത് വലിയ വൻ ശക്തികൾക്കാണ്. തീവ്രമായ കാർഷിക നവോത്ഥാനത്തിൽ കൂടി സാധിച്ചിരിക്കുന്ന ധാന്യങ്ങളുടെയും പ്രത്യേകിച്ച് ഗോതമ്പത്തിൻ്റെയും മൂല്യങ്ങൾ അതായത് വർധനവ് അളവ് കിട്ടിയപ്പോൾ, അത് പ്രോസസ്സിലായപ്പോൾ, അതിൻ്റെ തവിടെടുത്ത് മാറ്റി, അതിൻ്റെ ഫൈബർ എടുത്ത് മാറ്റി വെള്ളരി ജനങ്ങളിലേക്ക് തള്ളിയപ്പോൾ അക്കാലത്ത് ഉണ്ടായിരിക്കുന്ന 0.05 ഡയബറ്റിക് ഇന്ന് 60% ഉയർന്നില്ലേ സുഹൃത്തെ? രാസപ്രക്രിയ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് DNA കുറിച്ച് തിരിച്ചു പോകണം. ഞങ്ങൾ അതിന് മുഖസാക്ഷികളാണ്. എൻ്റെ അമ്മ, അതുകൊണ്ടാണ് എൻ്റെ അമ്മയെ ഞാൻ ദിവസം പ്രാർത്ഥനയിൽ ചേർക്കുന്നത്. എല്ലാ ധാന്യങ്ങളും ഞങ്ങൾ ജൈവാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് അതിജീവനം നടത്തിയതാണ്. പരിസ്ഥിതിക്ക് വന്ന തകർച്ച കൊണ്ട് സാധിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ വന്ന മത്സ്യസമ്പത്തിൻ്റെ കുറവ് ഭക്ഷ്യദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. ഞങ്ങൾ സമൃദ്ധമായിരുന്നു 60കളിൽ. പിന്നെ പറയുന്ന ഒരു ജനവിഭാഗമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച്. അറിയപ്പെടുന്നത് തീയ അല്ലെങ്കിൽ ഈഴവ എന്നാണ്. ഗ്രീക്ക് പുരാണത്തിൽ കൂടി മനസ്സിലാക്കിയ ആ ഗ്രീക്ക് ജനതയുടെ അധിനിവേശം വന്നു ചേർന്ന് തമിഴ്നാട്ടിൽ കൂടി കേരളത്തിലേക്ക് അധിനിവേശം നേടിയ ആ ജനത വിഭാഗമാണ് കേരളത്തിൽ ചെറുത്തു നിന്ന ശക്തരായ കാർഷിക തൊഴിലാളികൾ. പരശുരാമൻ എന്ന സങ്കല്പത്തിലെ മടി പറഞ്ഞതല്ല, തീയൻ്റെ കൊടുവാൾ കൊണ്ട് വളർന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കൊത്തുപണിയും കൃഷിപ്പണിയും ചെയ്ത ധീരവന്മാരുടെ കരുത്തുള്ള ഭൂമിയിൽ നിന്ന് രാസവളം ചേർത്ത് ഈ ഭൂമിയെ മരുഭൂമിയാക്കിയ അനിയ. ഒന്ന് അന്വേഷിക്കൂ, ഒന്ന് പഠിക്കൂ, ഒന്ന് പ്രകൃതിദത്തമായി ഏതെങ്കിലും ജൈവ കൃഷിയെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പോൾ മനസ്സിലാവും ഭൂമിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ രാസയുദ്ധം പോലെ തന്നെയാണ് ഭൂമിക്കടിയിൽ. നമ്മുടെ ഉയർന്ന പദവിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഭരണാധികൾ നേടിയെടുത്ത വിദേശ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുകയും ഇവിടെ സ്ഥായിയായി ലഭിച്ച ശുദ്ധമായ കള്ള് പോലും മന്യമായിപ്പോയി. പഴയ കാലത്തെ കള്ള്, ചക്കര, അക്കാലത്തെ ഇവിടെ ക്യാൻസർ ഇല്ല. ലിൻസിൻ മോൻ, നിങ്ങളെൻ്റെ മകന് തുല്യമോ അനിയന് തുല്യമോ അത്രേ പ്രായം കാണുന്നുള്ളൂവെങ്കിലും നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്, പ്രത്യേകിച്ച് ലിൻസിൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. 60കൾക്ക് ഉണ്ടായ ദുരന്തം ശേഷം കൊടുത്ത ആ വളം ഒന്നായിട്ട് കിട്ടിയ കർഷകനെ വാരി അങ്ങ് വിതറി മണ്ണിൽ. ആ വിതറിയ മണ്ണിൻ്റെ ജീവൻ അങ്ങ് നഷ്ടപ്പെട്ടു. അങ്ങനെ കന്നുകാലികളുടെ കുറവ്, ക്ഷീരവികസന പ്രവർത്തനങ്ങളുടെ കുറവ്, വൈവിധ്യമാർന്ന മൃഗങ്ങളുടെ മേച്ചിൽ വളർത്ത് കുറഞ്ഞു. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഭൂമിയെ ജീവസുറ്റതാക്കിയത്. അതാണ് ജീവാമൃതം. പറഞ്ഞു നിൽക്കാൻ സമയമില്ലാത്ത 5 മിനിറ്റ് പറയുന്നതിൻ്റെ അസ്വമായ ഭാഷണം മഹത്തായ നിങ്ങളുടെ സന്ധിയിൽ ഞാൻ തുടങ്ങിയത്
ദേവനന്ദ എന്ന് പറയുന്ന ബാലികയെ അതിദുഷ്ഠൂരമായി വധിച്ചിട്ട് അതിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ട ആ ദിവസം തുടങ്ങിയതാണ് എൻ്റെ പ്രതികരണം. അവരുടെ ആ കൊച്ചു ശരീരത്തെ കൊന്നൊടുക്കിയവർക്ക് ശാപം കൊടുക്കാത്ത ഭൂമിയാണ്. ശാപം അത് രക്ഷപ്പെടുകയാണ്. ഞാനിവിടെ ഇതൊക്കെ പറയുന്നത് പ്രകൃതിയിൽ ദുരന്തം വരുമ്പോൾ ചിന്തിക്കുന്ന ഭൂമികയാണ് ഭാരതം. അതാണ് മാൻഷാദ പാടിയ മുനിമാരുടെ ഭൂമിയാണ് ഭാരതം. ഭാരതത്തിലെ ഭൂമിക ആ ജനതയെ ഏകീകരിപ്പിക്കുമ്പോഴും ജൈവമേഖലയിൽ കൂടെ ധ്യാനനിരതമാവുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ പ്രപഞ്ച ഭൂമിയിൽ സൗഭാഗ്യ ജന്മങ്ങളായിരിക്കും മനുഷ്യരെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. ഇപ്പോഴും ഭാരതത്തിലേക്ക് ചെക്കേറുവാൻ ആഗ്രഹിക്കുന്ന വിദേശികൾ ഇന്ന് ഞാൻ ഇത്രയും വേഗത്തിൽ പറയാൻ ലിൻസിൻ്റെ സംശയമല്ല, ഉറച്ച വിശ്വാസമാണ്. തിരുത്തണം. നിങ്ങൾ ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭൗമമണ്ഡലത്തിൽ സംബന്ധിച്ച പരിസ്ഥിതിക തകർച്ചയെക്കുറിച്ച് ചിന്തിക്കണം. രാസവളം വിതറിയപ്പോൾ നേടിയ നേട്ടത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് രോഗാതുരമായ ജനതയെന്ന് ഓർക്കണം. നാളെ എനിക്ക് എൻ്റെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധത്തെപ്പറ്റി പറയാനുണ്ട്. കഴിഞ്ഞ യുദ്ധസമയത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എങ്ങനെ നമുക്ക് ഈ രാഷ്ട്രത്തിൽ അഖണ്ഡ ഭാരതം സൃഷ്ടിക്കാം. കാർഷിക പൂർണ്ണതയിലേക്ക് വരണം. മനുഷ്യൻ്റെ ആവശ്യമായ കാർഷിക പൂർണ്ണത ജൈവമേഖലയിൽ കൂടി വരുമ്പോൾ, ശക്തരായ ജനത ഇവിടെ വളരുമ്പോൾ ഒരു രാഷ്ട്രത്തിന് നമ്മളെ പിന്നാടു ആരാണോ ഭീഷണിപ്പെടുത്തുന്നവൻ അവനോട് അവസാനിക്കാൻ പോകുന്നു. സുഹൃത്തെ, നിങ്ങളുടെ ദാർശനികത്തിലും വിചിന്തനത്തിലും ഞാൻ നന്ദി പറയുന്നു മിസ്റ്റർ ലിൻസേറ്റ്. പിന്നെ സംഭവിക്കാത്ത പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി എൻ്റെ സതീർത്ഥൻ്റെ ഭാഷണം ഞാൻ അവഗണിക്കുന്നില്ല. ലാൽ സലാം സഖാവി, ലാൽ സലാം. എൻ്റെ ഇന്ത്യയിലേക്ക് സ്വാഗതം.